വളരെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഭരണപക്ഷത്ത് നിന്ന് ഓം ബിർളയും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷും മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ഈ മത്സരത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തി? പി ബസന്ത് കൂടിയുണ്ട്. ബസേട്ടാ, എങ്ങനെയാണ് ഈ മത്സരം നടക്കുന്നത്? അതൊരു പ്രതിപക്ഷ ഭരണപക്ഷത്ത് തമ്മിലുള്ള ഒരു കുഴപ്പത്തിലേക്ക് മാറുന്നത്? അല്ല, ഇതിൽ പ്രതിപക്ഷം ആകെ ആവശ്യപ്പെട്ടത് അവർക്കൊരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണം എന്നുള്ളതാണ്. അത് ഒരു അവകാശമാണ്, ഒരു കീഴ്വഴക്കമാണെന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി രാജ്നാഥ് സിംഗും കിരൺ റിജുവും, അതായത് പ്രതിരോധ മന്ത്രിയും പാർലമെൻ്ററി കാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളുമായി പറഞ്ഞിരുന്നത് പേരുകളൊന്നും പറയാതെ NDAയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്ന് മാത്രമാണ്. അപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചത് KC വേണുഗോപാലിനെ വിളിച്ചപ്പോഴും അതുപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെ AICC അധ്യക്ഷനെ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞത് ഞാൻ പേരുകളൊന്നും പറയാതെ പിന്തുണയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുകയാണെങ്കിൽ ഞങ്ങൾ NDAയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്, ഞങ്ങൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞതല്ലാതെ അത് ഇതുവരെ വിളിച്ചില്ല എന്നുള്ളതാണ്. അതാണിപ്പോൾ ഒരു മത്സരത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതേപോലെ തെരഞ്ഞെടുപ്പ് നേരത്തെ എപ്പോഴെങ്കിലും ഇന്ത്യ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നടന്നിട്ടില്ല എന്നാണ് പൊതുവെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, നടന്നിട്ടില്ല എന്ന് പറയരുത്. എന്ന് വെച്ചാൽ മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ നിയമസഭകളിലാണെങ്കിൽ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ബാലറ്റ് പെട്ടി വെച്ച് ബാലറ്റിൽ വോട്ട് ചെയ്ത് ഇടുന്ന രീതിയിലാണ്. ആ രീതിയിലല്ല ലോക്സഭയിൽ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. 2 പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിച്ച് അതിന് ഇപ്പോൾ സമവായമുണ്ടെങ്കിൽ ഒറ്റ പ്രമേയം മാത്രമേ കാണുള്ളൂ. അതിനെ പിന്തുണച്ചുകൊണ്ടൊരു സാധനം വരുന്നു. പിന്നെ പ്രതിപക്ഷം സംസാരിക്കുകയാണെങ്കിൽ ആ ആളെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ സഭാ നേതാവും കൂടി എഴുന്നള്ളിച്ച് അല്ലെങ്കിൽ ആനയിച്ച് സ്പീക്കറുടെ കസേരയിൽ കൊണ്ടിരുത്തുകയാണ് പതിവ്. ഇത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യം എന്ന് പറയുന്നത് ശരിയല്ല. സമീപകാലത്ത് ഇത്തരം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ വാജ്പേയി സർക്കാർ നേരത്തെയിരുന്ന 3 ടേമിലൊന്നും തന്നെ അത്തരത്തിലൊരു മത്സരം ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഒരു തവണ മത്സരം ഉണ്ടായിട്ടുണ്ട്. ആദ്യ ലോക്സഭയിലും ഇതുപോലെ തെരഞ്ഞെടുപ്പിലൂടെയാണ് GB മാവ്ലങ്കർ ആദ്യ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതായത് അന്ന് GB മാവ്ലങ്കർ ആയിരുന്നു പ്രോട്ടം സ്പീക്കർ. ആദ്യ ലോക്സഭയുടെ പ്രോട്ടം സ്പീക്കർ GB മാവ്ലങ്കർ ആയിരുന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ GB മാവ്ലങ്കറുടെ പേര് അല്ലെങ്കിൽ അത് പ്രപ്പോസ് ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് ശ്രീനാരായണ ദാസ്, അതുപോലെ തന്നെ പണ്ഡിറ്റ് ഠാക്കൂർ ദാസ്. ഈ 3 പേരുമാണ് GB മാവ്ലങ്കറുടെ പേര് പ്രപ്പോസ് ചെയ്തത്. ഒരുപക്ഷെ ആദ്യമായിട്ടെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്തായാലും നാളെ രാവിലെ 11 മണിക്കാണ് ഇതിൻ്റെ പ്രമേയം അവതരിപ്പിക്കലും വോട്ടെടുപ്പും ഒക്കെ നടക്കുക. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.